നാട്ടിൽ വ്യാപകമാകുന്ന ലഹരി വിപത്തിനെതിരെ കായംകുളം പുത്തൻതെരുവ് മുസ്ലിം ജമാഅത്ത് രംഗത്തിറങ്ങുന്നു. ആദ്യഘട്ടം എന്ന നിലയിൽ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ചെറിയ പെരുന്നാൾ ദിവസം രാവിലെ 8:30 ജമാഅത്ത് പള്ളിയുടെ മുൻപിൽ മനുഷ്യചങ്ങല തീർക്കും. ലഹരിക്കെതിരെ വ്യാപകമായ പ്രചാരണം നടത്താനും പ്രവർത്തനങ്ങൾ നടത്താനും കായംകുളം പുത്തൻതെരുവ് മുസ്ലിം ജമാഅത്ത് തീരുമാനിച്ചു. ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗം നാടിനെ നാശത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്ന് ജമാഅത്ത് കമ്മിറ്റി വിലയിരുത്തി. ആദ്യപടി എന്ന നിലയിൽ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ചെറിയ പെരുന്നാൾ ദിവസം രാവിലെ 8:30 ജമാഅത്ത് പള്ളിയുടെ മുൻപിൽ മനുഷ്യചങ്ങല തീർക്കാൻ തീരുമാനിച്ചു. തുടർന്ന് ജമാഅത്തിലെ 2500 കുടുംബങ്ങളിലും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതപണ്ഡിതരുമായി ചേർന്ന് സന്ദർശനം നടത്തും. ഏകദേശം 2500 കുടുംബങ്ങളാണ്. ഈ 2500 കുടുംബങ്ങളുള്ള വീടുകളിലും ഭവന സന്ദർശനം നടത്തും. മുഴുവൻ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളും മതപണ്ഡിതന്മാരും ചേർന്നുകൊണ്ട് ഏപ്രിൽ 5 ഒറ്റ ദിവസം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം വരെ ഭവന സന്ദർശനം നടത്തി രക്ഷകർത്താക്കളുടെ ഇടയിലും അവരുടെ മക്കളുടെ ഇടയിലും ബോധവൽക്കരണ പരിപാടി നടത്താൻ തീരുമാനം. എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിരിക്കുന്നത് മഹൽ അംഗങ്ങളിൽ ആരെങ്കിലും ലഹരി വസ്തുക്കൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, അവരിൽ ആരെങ്കിലും പോലീസോ എക്സൈസോ പിടിക്കപ്പെട്ട് FIR ചാർത്തിയിട്ടുണ്ടെങ്കിൽ നിയമപരമായി അനുശാസിക്കുന്ന ശക്തമായ നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാൻ മഹൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം ഉപയോഗിക്കുന്നവരുമായി ആ വീടുമായി നിസ്സഹകരിക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനം മഹൽ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ മഹൽ അംഗങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് അവരെ പോലീസോ എക്സൈസോ അറസ്റ്റ് ചെയ്താൽ മഹലിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നതുൾപ്പെടെയുള്ള അതിശക്തമായ നടപടികൾ സ്വീകരിക്കാൻ 16-ാം തീയതി കൂടിയ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനം. ഈ തീരുമാനം എല്ലാ വീടുകളിലും ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി ഞങ്ങൾ അറിയിക്കും. അതോടൊപ്പം തന്നെ പെരുന്നാൾ നമസ്കാരത്തിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രസംഗം ഈ വിവരം വിശ്വാസികളുടെ ഇടയിൽ പ്രചാരണാർത്ഥം അവരുമായി പങ്കുവയ്ക്കും. ജമാഅത്ത് അംഗങ്ങളോ അവരുടെ കുടുംബാംഗങ്ങളോ മാരകമായ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതോ വിൽക്കുന്നതോ കൈവശം വെക്കുന്നതോ ആയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടാൽ അത്തരം കുടുംബങ്ങളുമായി ജമാഅത്ത് നിസ്സഹകരിക്കുമെന്നും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷെയ്ഖ് പി ഹാരിസ്, ജമാഅത്ത് സെക്രട്ടറി ഹക്കിം മാളിയക്കൽ, വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി, ട്രഷറർ A സലീം, ജോയിന്റ് സെക്രട്ടറി JK നിസാർ, ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളായ സമീർ സുലൈമാൻ, മുഹമ്മദ് കുഞ്ഞ് വായിക്കാടൻ, മജീദ് വാഴക്കടയിൽ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.